മഹാഭാരതം. ഹരേ കൃഷ്ണ, എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഖ്യം പ്രാദേശപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിധം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാനിധാംശം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ഭക്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः प्रदानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री गदाधर श्रीवासादि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुद्रये. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പ്രദീപിനെ കാണാനായിട്ട് ഗംഗാദേവി വന്നു, അതുവരെ. അതെ, ഒന്നുകൂടെ പറയാം. ആ ഒരു ഇൻസിഡന്റ് ഒരു നമ്മള് ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് പറയാം. അതായത് മഹാഭിഷൻ 100 അശ്വമേധം യാഗങ്ങൾ നടത്തി ശേഷം സ്വർഗലോകങ്ങളിൽ എത്തുന്നുണ്ട്. അങ്ങനെ ദേവന്മാരെല്ലാം കൂടെ അതിന്റെ പല്ലുകളെല്ലാം ഹരേ കൃഷ്ണ. മാതാജി, അവരെ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ മാതാജി, പ്ലീസ്? ഒന്ന് മ്യൂട്ട് ചെയ്യാമോ മാതാജി? അങ്ങനെ എത്തുകയും അങ്ങനെ ആ സഭയിലേക്ക് ഗംഗാദേവി ശുഭ്രവസ്ത്രധാരിയായിട്ട് വന്നു ചേരുകയും ആ സമയത്തൊരു മന്ദമാരുതൻ ഉണ്ടാകുന്ന സമയത്ത് ആ കാറ്റില് ദേവിയുടെ വസ്ത്രം ഒന്ന് അങ്ങോട്ട് മാറുകയും ആ ദേവിയുടെ ശരീര ലാവണ്യത്തില് എന്താ പറയാ മതിമറന്ന് വളരെ ആസക്തിയോടുകൂടി നോക്കുന്ന മഹാവിഷനെ ബ്രഹ്മദേവൻ കാണുകയാണ്. ബ്രഹ്മദേവൻ രണ്ടുപേരെയും തെറ്റ് ചെയ്തയാളെയും അത് ചെയ്യാനായിട്ട് സാഹചര്യം അറിഞ്ഞോ അറിയാതെ ഉണ്ടാക്കിയ ഒരാളെയും രണ്ടുപേരെയും ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിക്കാനായിട്ട് ശപിക്കുകയാണ്. അങ്ങനെ മഹാഭിഷന് സ്വന്തം പിതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ കൊടുത്തിട്ടാണ് അദ്ദേഹം ഇടുന്നത്. പിന്നെ ശവമോക്ഷത്തിന് യാചിക്കുമ്പോൾ പറയും, എപ്പോഴാണോ ഗംഗാദേവിയാൽ പ്രകോപിതനായിട്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന ഒരു സാഹചര്യം, ആ സമയത്ത് താങ്കൾക്ക് ശവമോക്ഷം കിട്ടും എന്ന്. ഗംഗാദേവിക്ക് അതുപോലെ തന്നെ ശവമോക്ഷം ഇങ്ങനെ കൊടുക്കുകയാണ്. ഏതൊരു സമയത്താണോ ഇങ്ങനെ ഒരു, പിന്നെ ആ കാര്യങ്ങൾ പിന്നീട് പറയാം എന്താണ് സംഭവിക്കുന്നുള്ളത്. അങ്ങനെ ദേവിയും മഹാവിഷ്ണുവും രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിയുകയാണ്. അങ്ങനെ ദേവി പോകുന്ന വഴിക്ക് വളരെ ദുഃഖിതരായിട്ട് ഇരിക്കുന്ന എന്നെ ഹോസ്റ്റ് ആക്കാമോ? ഹരേ കൃഷ്ണ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന അഷ്ടവസ്തുക്കളെ, ഹരേ കൃഷ്ണ, കഥാമൃതമുണ്ട് അവിടെ. ഹരേ കൃഷ്ണ, എനിക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു, സ്ക്രീൻ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. പ്രഭു നോക്കാം, ഒരു മിനിറ്റ് പ്രഭുവിനെ കോഹോസ്റ്റ് ആക്കാം. മാതാജി, ജിഷ മാതാജി, പ്രഭുവിനെ കോഹോസ്റ്റ് ആക്കാൻ അറിയാമോ?
ഹരേ കൃഷ്ണ പ്രഭു, എങ്ങനെയാന്ന്? ഇതിലെങ്കിലും കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം. സമയം അതിനുവേണ്ടി സമയം കളയണ്ട. ആക്കി പ്രഭു, ആക്കിയിട്ടുണ്ട് പ്രഭു. അങ്ങനെ ദേവി ഇങ്ങനെ പോകുന്ന സമയത്ത് അഷ്ടവസ്തുക്കളെ കാണുകയും ഈ അഷ്ടവസ്തുക്കളെ പ്രഭുവിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടു പ്രഭു, കണ്ടു പ്രഭു. അങ്ങനെ അഷ്ടവസ്തുക്കളെ ബാക്കിയുള്ളവർ മ്യൂട്ട് ചെയ്തിരിക്കുക, ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ അഷ്ടവസ്തുക്കൾ വിഷമിച്ചിരിക്കുമ്പോൾ, അഷ്ടവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ 8 അങ്ങനെ ഓരോ വസ്തുക്കളുടെയും ഒരു മൂർത്തി, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മൂർത്തി രൂപം എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ ഈ 8 വലിയ അഷ്ടവസ്തുക്കൾ എന്ന് പറയുന്നത് ഇതിൽ കാണുന്നുണ്ട്. പൃഥ്വി, അഗ്നി, വായു, അന്തരീക്ഷ, ആദിത്യ, ചന്ദ്ര, ദ്യോ, നക്ഷത്രം. ഇവരാണ് അഷ്ടവസ്തുക്കൾ. ഈ അഷ്ടവസ്തുക്കള് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ദേവി എന്താ കാര്യം ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ വസിഷ്ഠ മഹർഷിയുടെ ഒരു ശാപം കിട്ടി, ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്, അതോടെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ദേവി ഇത് കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കും, ദേവിക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ എന്തായാലും ഭൂമിയിൽ മനുഷ്യരായിട്ട് ജനിച്ചേ പറ്റൂ, അപ്പോൾ ഞങ്ങളുടെ മാതാവായിട്ട് അങ്ങക്ക് അവിടത്തേക്ക് ആവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ഗംഗാദേവിക്ക് നേരത്തെ ഇങ്ങനെ ഒരു ശാപം ഉണ്ടല്ലോ, അപ്പം ശരി, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവണമെന്നുണ്ട്, ശരി ആയിക്കോട്ടെ എന്ന് ദേവിയും, കാലം വരുമ്പോൾ നമുക്കത് ഞാനത് അംഗീകരിച്ചോളാം, നമുക്ക് ചെയ്തോളാം എന്നുള്ള ദേവി ഒരു വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ കാലാന്തരത്തില് മഹാരാജ പ്രദീപൻ ഗംഗാതീരത്ത് ഇങ്ങനെ തപശ്ചര്യകൾ അനുഷ്ഠിച്ചിരിക്കുന്ന സമയത്ത് ഗംഗാദേവി ചെന്ന് മടിയിലിരിക്കുകയാണ്, വലത് മടിയിൽ. പെട്ടെന്ന് ഇദ്ദേഹം ചാടി എഴുന്നേറ്റ് എന്താണ് കാര്യം ചോദിക്കുമ്പോൾ, എന്താണ് വേണ്ടത് നിനക്കെന്ന് ചോദിക്കുമ്പോൾ, അങ്ങ് എനിക്ക് വിവാഹം കഴിക്കണം എന്ന് പറയും. പക്ഷെ ദേവിക്കറിയാം ഈ പ്രദീപന്റെ ഈ അഷ്ടവസ്തുക്കൾ ഒരു നിബന്ധന കൂടെ ദേവിയോട് വയ്ക്കും, ഞങ്ങളുടെ പിതാവായിട്ട്, അങ്ങ് മാതാവാകുമ്പോ പിതാവായിട്ട് ഞങ്ങൾക്ക് ഈ മഹാരാജ പ്രദീപന്റെ പുത്രനായിട്ട് ജനിക്കാൻ പോകുന്ന ശന്തനു എന്ന പേരുള്ള ഒരു പുത്രൻ ഉണ്ടാവും, ആ പുത്രന്റെ മക്കളായിട്ട് ജനിക്കണം എന്നുള്ള ആഗ്രഹവും പറയാം. അപ്പൊ ദേവി അതും സമ്മതിക്കും. ദേവിക്ക് അതാണല്ലോ വേണ്ടത്, എങ്കിൽ ദേവിയുടെ ആ ഒരു ശാപമോക്ഷത്തിന് കാരണമായിട്ട് മാറുള്ളൂ, അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ. അപ്പോൾ ദേവി അത് സമ്മതിക്കും. അങ്ങനെ പ്രദീപന്റെ മടിയിലിരിക്കുന്ന സമയത്ത് അപ്പം ദേവി, എനിക്ക് ഇപ്പൊ വിവാഹം കഴിക്കാൻ പറ്റില്ല, കാരണം ഞാൻ തപശ്ചര്യയിലാണ്. അത് മാത്രമല്ല ദേവി എന്റെ വലതാണ് തൊടയിലാണ് ഇരുന്നത്. വലത് തൊട എന്ന് പറയുന്ന മകൾക്കോ മരുമകൾക്കോ അവകാശപ്പെട്ടാണ്, ഇടതൊടയാണ് ഭാര്യയ്ക്ക്. അവിടുന്ന് ആൾറെഡി എന്റെ വലത് മടിയിൽ ഇരുന്നത്, തൊടയിലിരുന്ന കാരണം എന്റെ വേണമെങ്കിൽ മരുമകളായിട്ട് ഞാൻ സ്വീകരിക്കാം, എനിക്കുണ്ടാകാൻ പോകുന്ന പുത്രനെ അവിടത്തേക്ക് വിവാഹം കഴിക്കാം. ഞാൻ വീണ്ടും ഒരു കാര്യം ഇതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങളോ ആയിട്ട് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാനോ അങ്ങനെ താരതമ്യപ്പെടുത്താനോ ഒന്നും നമ്മൾ നിൽക്കരുത്. അത് അത്ര നമുക്കത് അഭികാമ്യമല്ല. അത് ശരിക്കും പറയാം, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റില്ല. പറഞ്ഞാല് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, മഹാഭാരതം എന്ന് പറയുന്ന ഒരു മഹാസമുദ്രമാണ് അല്ലെ. പോലെ എത്ര തരണ്ടേ കൂടിയ ആക്ച്വലി ഹരേ കൃഷ്ണ, ഈ ഹോസ്റ്റ് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹരേ കൃഷ്ണ, ഫ്ലോ പോകുന്നുണ്ട്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, അങ്ങനെ ഡിസ്റ്റർബൻസ് വരുമ്പോഴേ ബാക്കി കേൾക്കുന്നവര് ഒന്ന് ദയവായി മ്യൂട്ട് ചെയ്തിരുന്ന വളരെ ഉപകാരമായിരുന്നു. എനിക്ക് ഫ്ലോ കിട്ടുന്നില്ല. മാതാജി അവരെല്ലാരും മ്യൂട്ട് ചെയ്യാൻ അറിയില്ലേ മാതാജി? മ്യൂട്ട് ചെയ്താലേ മാതാജി, പ്രഭുവിനെ വെച്ച് ബാക്കി എല്ലാവരും. ഹരേ കൃഷ്ണ. ഓക്കെ ഹരേ കൃഷ്ണ. അപ്പോ അങ്ങനെ ഈ ശന്തനു എന്നൊരു പുത്രൻ ഉണ്ടാവുന്നത് കാരണം ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു മഹാസമുദ്രമാണ്. ഈ സ്കൂബ ഡൈവിംഗ് പോലെ നമ്മൾ ഈ ഡൈവിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കോച്ചിങ് കൊടുത്തിരിക്കണം അവര് ഈ വെള്ളത്തിലേക്ക് ചാടിക്കുന്നത് അല്ലെ, അതൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അതുപോലെ ഈ മഹാഭാരതം എന്ന മഹാസമുദ്രത്തിൽ ചാടുകയാണ് നമ്മളെടുത്ത്. അപ്പോൾ ഈ ചാടാൻ പോകുന്ന വഴിക്ക് ഈ കടൽ തീരത്ത് ഈ പൊട്ടിയ ശംഖിന്റെ കഷ്ണങ്ങളും അല്ലെങ്കിൽ ചിപ്പിയുടെ കഷ്ണങ്ങളും മറ്റു സ്ലേറ്റ് പെൻസിലും ഒക്കെ കാണും. അതും പെറുക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ
അടിയിലായിട്ട് എന്താ പറയാ നീന്തിപ്പോയി അടിത്തട്ടിൽ പോയുള്ള മുത്തുകളും രത്നങ്ങളും ഒക്കെ എടുക്കാൻ നമ്മൾ വൈകിപ്പോ നമുക്ക് സമയം ഒരു കുറച്ച് ടൈമിംഗ് മാത്രമേ ഉണ്ടല്ലോ, 1 മണിക്കൂർ ഒക്കെ പറയണം നമ്മൾ ചാടാൻ നിൽക്കുന്നത് സ്കൂബ ഡൈവിംഗ്. അതുപോലെ നമ്മൾ ചാടുമ്പോൾ ആ ടൈമിൽ നമുക്ക് അത്ര സമയമേ ഉള്ളൂ. ആ സമയത്തിനിടയ്ക്ക് നമ്മൾ, അതായത് ഈ ലൈഫ്, ഈ ജീവിതം എന്ന് പറയുന്നത് മന്ദാസുമന്ദമതയോ മന്ദഭാഗ്യപാത്ര, കലിയുഗത്തിൽ മനുഷ്യർക്ക് ബുദ്ധിയും ആയുസൊക്കെ കുറവാണെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന പൊട്ടിയ ശംഖുകഷ്ണത്തിന്റെയും എന്താ പറയുക സ്ലേറ്റ് പെൻസിൽ, കടൽ പെൻസിൽ അല്ലേ, അപ്പൊ പണ്ടുള്ള ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും അതൊക്കെ. ഈ പുതിയ കുട്ടിയൊക്കെയാണ് അറിയാത്തത്. പണ്ട് കന്യാകുമാരിയിൽ പോകുമ്പോൾ ഈ സ്ലേറ്റ് പെൻസിലുള്ള സാധനം കിട്ടും. അത് ഈ കടൽ ജീവിയുടെ ഒരു എന്താ പറയാ ശരീരഭാഗങ്ങളൊക്കെയാണ്. അപ്പൊ ഇത് പെരക്കെടുത്ത് നമ്മൾ ശരിക്കും എടുക്കേണ്ട ആ മുത്തുകളും പവിഴങ്ങളും നമ്മൾ എടുക്കാനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ ചാടുന്നതിനൊപ്പം നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പെരക്കെടുക്കുക. ഇത് നമ്മൾ ഇന്നത്തെ യുക്തിക്ക് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനോ നമുക്ക് എന്താ പറയാ അംഗീകരിക്കാനോ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ കാണും. അതൊക്കെ കണ്ടുപോവുക. നമുക്ക് നമ്മുടെ ലക്ഷ്യം എങ്ങനെയാണ് ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാര് ജീവിതത്തിലെ സാഹചര്യങ്ങളെ അതിജീവിച്ചതും അവസാനം ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ പുൽകുന്നതും എങ്ങനെയാണെന്ന് മാത്രം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുക. അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ. അപ്പോ ഇദ്ദേഹം മടിയിൽ പോയിരുന്നപ്പോ പുത്രൻ ശന്തനു എന്ന് വെച്ചാൽ തനു എന്ന് വെച്ചാൽ ശരീരം, നല്ല ശരീരം, അല്ലെങ്കിൽ ശോഭയോട് കൂടിയ, കാന്തിയോട് കൂടിയ, ശരീരകാന്തിയോട് കൂടിയവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു പുത്രൻ ഉണ്ടാവും. ആ പുത്രന്റെ വധുവായിട്ട് ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയാം. അങ്ങനെ കാലം കടന്നുപോയി. പ്രദീപ മഹാരാജാവ് കാലാന്തരത്തിൽ ഒരു പുത്രന് ജന്മം നൽകുന്നു. ആ പുത്രന്റെ പേര് ശന്തനു. അപ്പൊ ശന്തനു പ്രായപൂർത്തിയാവുന്ന സമയത്ത് പിതാവ് ഇങ്ങനെ ഈ സംഭവങ്ങളെ പറ്റിയൊക്കെ മകന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇദ്ദേഹം ഈ ഗംഗാതീരത്ത് കൂടെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അതിശക്തിയായ യുവതി കണ്ടുമുട്ടുകയും. ക്ഷമിക്കണം പ്രഭു, ഒരു ചെറിയ സംശയം ഉണ്ട്, നിർത്തിയോട്ടെ. നമ്മുടെ ഗംഗാദേവിയെ ആരാ നോക്കിയെന്ന് പറഞ്ഞു? നോക്കിയ ആളിന്റെ പേരെന്ന് പറഞ്ഞു അവിടെ അല്ല, ഈ പ്രദീപ മഹാരാജാവിന്റെ പുത്രനായിട്ട് പിന്നീട് വരുന്ന ശന്തനു മഹാരാജാവ് അല്ല, അവിടെ അവിടെ മഹാവിഷ്ണു. ഗംഗാദേവിയുടെ വസ്ത്രം മാറിയപ്പോ അന്നേരം നോക്കിയത് ആരാണെന്നാ ചോദിക്കുന്നത്. അതാ ഞാൻ മഹാഭിഷൻ. ഞാൻ മഹാഭിഷൻ ഞാൻ എഴുതി കാണിച്ചു. ഓക്കെ. കണ്ടോ? മെസ്സേജ് ചാറ്റിൽ നോക്കി കാണാൻ പറ്റും. മഹാഭിഷൻ എന്ന മഹാരാജാവാണ് നോക്കിയത്. അപ്പോ ഇങ്ങനെ ശന്തനു പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഈ എന്താ പറയാ ഈ ഒരു അതിസുന്ദരിയായിട്ടുള്ള ദേവി ഗംഗാദേവിയെ കാണുകയും അങ്ങനെ ദേവിയിൽ അനുരക്തനായിട്ട് അവർ തമ്മിൽ ഗാന്ധർവ പ്രകാരം ഭാര്യ ഭർത്താക്കന്മാരാവുകയൊക്കെ സമയത്ത് അങ്ങനെ ആയിക്കഴിയും. അങ്ങനെ കഴിയുന്ന സമയത്ത് തന്നെ ഇവരുടെ സംയോഗത്താൽ ഇവർക്ക് എങ്ങനെ ഈ പ്രദീപ് മഹാരാജനെ കാണും, അങ്ങനെ മകനെ സ്വീകരിക്കാന്ന് പറഞ്ഞ സമയത്ത് ദേവി അപ്പോഴൊരു നിബന്ധന കൂടെ പറയും. അന്ന് ആ മകൻ എന്നെ കണ്ടുമുട്ടി വിവാഹം കഴിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും ധർമാധർമ്മങ്ങളെ പറ്റി ചോദിക്കാൻ പാടില്ല, എന്നോട് ദേഷ്യപ്പെടാൻ പാടില്ല, ഞാൻ എന്ത് ചെയ്താലും മിണ്ടാതിരുന്നോണം എന്ന് പറഞ്ഞിട്ടാണ് അതും പ്രദീപ് മഹാരാജ് സമ്മതിക്കും. അപ്പോ ഇത് ഈ രാജാവിന് അറിയാമല്ലോ, ഈ അച്ഛൻ പറഞ്ഞു കൊടുത്തത് ഈ ശന്തനുവിന് അറിയാം, അതുപോലെ ദേവിക്കും അറിയാം. അപ്പൊ വിവാഹം കഴിക്കും. ഇവർ തമ്മിൽ അങ്ങനെ ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടും. അത് കഴിയുമ്പോൾ ഇവർക്ക് ഓരോ കുട്ടികളുണ്ടാവും. ഓരോ കുട്ടികളെയും ഗംഗാദേവി എന്ത് ചെയ്യുന്നു വെച്ചാല്, ഈ ദേവി ഗംഗാണെന്ന് അറിയില്ല അപ്പോഴും ശന്തനുവിന്. ഒരു ദേവി ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു, അവരുമായിട്ട് ഹോമസൗന്ദര്യങ്ങളിൽ ഒരു സുന്ദരിയെ കണ്ടുമുട്ടുന്നു എന്ന് മാത്രമേ അദ്ദേഹത്തിന് അറിയൂ. അപ്പോ ആ സമയത്ത് ദേവി ഓരോ തവണയും ആ കുട്ടികളെ, ആ നവജാത ശിശുവിനെ ആ നദിയിലേക്ക് വലിച്ചെറിയാണ്. പക്ഷെ ഈ നിബന്ധന അറിയാന്നുള്ളത് കൊണ്ട് മാത്രം ഇദ്ദേഹം എന്താ പറയുക ശാന്തനായിട്ടിരിക്കും. ഒന്ന് റിയാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ അദ്ദേഹം റിയാക്ട് ചെയ്യില്ല, അങ്ങനെ ഇരിക്കും. അങ്ങനെ 7 തവണയും അങ്ങനെ സംഭവിച്ചു. 8ാം തവണ ആയപ്പോഴത്തേക്കും ഈ ശന്തനു മഹാരാജാവിന് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അല്ലയോ കഠോരഹൃതിയായ സ്ത്രീയെ, ഈ ക്രൂരകൃത്യം നീ നിർത്തൂ, നീ എന്തിനാണ് ഇങ്ങനെ ഒരു മഹാഭാവം ചെയ്യുന്നത്? ഇത്രയും തവണ ഞാനൊന്നും മിണ്ടിയില്ല. ഇത്രയും കഠോരമായ വാക്കുകൾ ദേവിയോട് പറഞ്ഞപ്പോൾ ദേവി ഉടനെ പറഞ്ഞു, അല്ലയോ മഹാരാജൻ,
ഞാൻ ഗംഗയാണ് ഇങ്ങനെ ശാപം കിട്ടി എത്തിയ യുവതി, എന്താ പറയാ, ഗംഗാദേവിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ഇതിന് അപ്പോഴ് ആണ് ശരിക്കും ഓർമ്മ വരുന്നത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഈ ദേവി അപ്പോഴും കാര്യം പറയാണ്. അപ്പൊ ശരി, പക്ഷെ ശന്തനുവിന് മനസ്സിലായില്ല എന്തുകൊണ്ട്. അപ്പൊ ചോദിക്കും ദേവി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഈ കുഞ്ഞുങ്ങളെ കൊന്നത്. അപ്പൊ രാജാവിനോട് പറയും, ഈ ഒരു കുട്ടി എന്തായാലും അങ്ങ് പറഞ്ഞുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല. ഇതിന്റെ പിന്നിൽ ഒരു സംഭവം മുമ്പ് നടന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല്, വളരെ മുമ്പ് ഈ ദ്യു എന്ന് പറയുന്ന അഷ്ടവസ്തുക്കൾ ഞാൻ കാണിച്ചു തന്നില്ലേ, അതിൽ ദ്യു എന്ന് പറയുന്ന ഒരു ആകാശത്തിനെ പ്രതിദാനം ചെയ്യുന്നതാണ് ദ്യു. അപ്പൊ ഈ ദ്യു എന്ന് പറയുന്ന അഷ്ടവസ്തുക്കളിൽപ്പെട്ട ആള് വസിഷ്ഠന്റെ ആശ്രമത്തിലുണ്ടായിരുന്ന നന്ദിനി പശു കേട്ടില്ലേ, കാമധേനുവിന്റെ മകളായിട്ടുള്ള നന്ദിനി പശു. നന്ദിനി പശു എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കാമധേനുവിനെ പോലെ തന്നെ സുരഭി പശു എന്ന് പറയും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ കഴിവുള്ള ഒരു എന്താ പറയാ, ഒരു പശുവാണ്. നമ്മൾ കേട്ടിട്ടില്ലേ എന്താ പറയാ, സുരഭീരവിപാലയന്തം, ഭഗവാന്റെ ഗോലോധാമത്തില് അനേകം സുരഭി പശുക്കൾ ഉണ്ടെന്നൊക്കെ നമ്മള് ബ്രഹ്മസമ്മതി പറഞ്ഞിട്ടില്ലേ. അപ്പോ അങ്ങനെ ഈ പശുവിനെ കാണാനിടയും ഇദ്ദേഹം. അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇദ്ദേഹം പോയിട്ട് ഭാര്യയോട് പറയും, ഇങ്ങനെ ഒരു പശുവുണ്ട്, എന്ത് ചോദിച്ചാലും തരുന്ന പശുവാണ്, അതിന്റെ പാല് കുടിക്കുന്നത് വളരെ വലിയ അമൃത തുല്യമാണെന്നൊക്കെ അങ്ങനെ പല മഹത്വങ്ങളും പറയുമ്പോൾ ഈ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹം, ഈ പശുവിൽ നിന്ന് കിട്ടിയേ കൊള്ളാം. അവളുടെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു, അവൾക്ക് കൊടുത്ത അവൾ സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭർത്താവിനെ പറഞ്ഞിളക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം മറ്റു വസുക്കളെയും കൂടെ കൂട്ടുപിടിച്ച് വസിഷ്ഠമുനി ആശ്രമത്തില്ലാത്ത സമയത്ത് ആ പശുവിനെ സുരഭി നന്ദിനി അവിടുന്ന് കടത്തിക്കൊണ്ടു പോവാണ് അല്ലെ. ഇന്നൊക്കെയാണെങ്കിൽ സാധനം നഷ്ടപ്പെട്ട് തിരിച്ച് വസിഷ്ഠർ ആശ്രമത്തിൽ എത്തുമ്പോൾ ഈ പശുവിനെ കാണുന്നത്. ഇന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലെ CCTV ക്യാമറ ചെക്ക് ചെയ്യും അല്ലെ. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് കാലത്ത് അവർക്ക് അതിനുള്ള കഴിവ് സ്വതവേ ഉണ്ടായിരുന്നു. തപശ്ചര്യകൾ കൊണ്ടൊക്കെ അവർക്ക് അങ്ങനെ കാര്യങ്ങൾ അറിയാനും ഭൂതം ഭാവി വർത്തമാനമൊക്കെ അറിയാനും നടന്ന കാര്യങ്ങളെ പറ്റി അറിയാനൊക്കെ ഉള്ള ഒരു ദിവ്യദൃഷ്ടി അവർക്കുണ്ടായിരുന്നു, മുനിമാർക്കെല്ലാം, മഹത്തുക്കൾക്കെല്ലാം അന്ന് ആ കാലഘട്ടത്തിൽ. അങ്ങനെ ഇദ്ദേഹം മനസ്സിലാക്കും ഈ വസ്തുക്കളാണ് അത് കടത്തിക്കൊണ്ടുപോയെന്നും ഈ വസ്തുക്കൾ അദ്ദേഹം ശപിക്കും. മനുഷ്യന്മാരായിട്ട് ഇത്രയും ഒരു എന്താ പറയാ, മാനുഷികമായിട്ടുള്ള ഒരു ഇതാണ്, ദേവന്മാരൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റാണ് അദ്ദേഹം ചെയ്തത് അല്ലെ. മാനുഷികമായ ചാബല്യങ്ങളിൽ അടിമപ്പെട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മനുഷ്യന്മാരെ ജനിക്കട്ടെ എന്ന് ശപിക്കും. അങ്ങനെ ഇത് മനസ്സിലാക്കിയ അഷ്ടവസ്തുക്കള് വസിഷ്ഠമുനിയുടെ അടുത്ത് വന്ന് മാപ്പപേക്ഷിക്കുകയും അദ്ദേഹം ശാപമോക്ഷം കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ ജനിച്ച ഉടനെ തന്നെ നദിയിൽ എറിയപ്പെടുകയും അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒരാൾക്ക് മാത്രം ശാപമോക്ഷം പെട്ടെന്ന് കൊടുക്കില്ല. ജനിച്ച ഉടനെ തന്നെ തിരിച്ച് വരാനായിട്ട് ഉള്ള അനുവാദം ബാക്കി 7 പേർക്കും കൊടുക്കും. ഈ തെറ്റ് പ്രധാനമായിട്ടും മോഷ്ടിച്ച മറ്റുള്ളവരുടെ കൂടെ പോയെന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും ആ തെറ്റ് ചെയ്ത ദ്യുവിനെ അദ്ദേഹം പറയും, നീ വളരെ കാലം ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടാണ്. പെട്ടെന്നൊരു എന്താ പറയുക, റിലാക്സേഷൻ കൊടുക്കില്ല അദ്ദേഹത്തിന്റെ ശാപത്തില്. അങ്ങനെ ഈ ദ്യു ആണ് 8ാമത്തെ കുട്ടി. പക്ഷെ അന്ന് തന്നെ ഇവര് ഗംഗാദേവിയോട് പറയും, ഞങ്ങള് ജനിച്ചിട്ടുണ്ട് തന്നെ ഞങ്ങൾ വെള്ളത്തിലേക്ക് എറിയണം, പക്ഷെ 8ാമൻ അങ്ങനെ പെട്ടെന്ന് ശാപമോക്ഷം കിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ 7 പേരുടെയും 8ൽ1 ശക്തി ഈ 8ാമന് കൊടുത്തിട്ട് അയാൾ വളരെ കാലം ഭൂമിയിൽ ജീവിക്കും എന്നുള്ള ഇതാണ്. അപ്പോൾ ഈ കുട്ടി അങ്ങനെ ഈ കഥകളെല്ലാം പറഞ്ഞിട്ട് ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ട് ഗംഗാദേവി അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് അങ്ങോട്ട് ഗംഗയിലേക്ക് മറിയാണ്. അങ്ങനെ രാജാവിന് വിഷമം, പെട്ടെന്ന് ഒരു ഷോക്കായിപ്പോ. അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ കേട്ട് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ നമുക്ക് ആ പിക്ചറിനോട് കാണിക്കുന്നുണ്ട്. വളരെ വിഷമിച്ച് ഇങ്ങനെ രാജാവ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയാണ് രാജാവ്. അങ്ങനെ കുറച്ച് കാലങ്ങൾ ഇങ്ങനെ കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും ഗംഗാതീരത്തൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഗംഗയുടെ ജലം വളരെ ആഴമില്ലാതെ വളരെ അളവ് കുറഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ ഇത് നോക്ക്, എന്ത് പറ്റി, വെള്ളം ഗംഗയിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ, എന്താ പറ്റിയെന്ന് അദ്ദേഹം നോക്കുമ്പോൾ വളരെ ദൂരെ ഒരു കുമാരൻ, അതിതേജസ്വിയായിട്ടുള്ള അഭൗമനായിട്ടുള്ള തേജസ്സോടു കൂടിയ ഒരു സുന്ദര കുമാരൻ ദിവ്യായുധങ്ങൾ വച്ചിരിക്കുന്ന നദിയെ ഇങ്ങനെ അണകെട്ടി കളിക്കുകയാണ്. കാരണം ഭീഷ്മര് ഗംഗാപുത്രനാണല്ലോ, അപ്പൊ അമ്മയുടെ മടുത്തിട്ട് അദ്ദേഹം കളിക്കുകയാണ് ഒരു കുമാരൻ. അപ്പൊ ഇതിന് ആ കുട്ടി ആരാണെന്ന് മനസ്സിലായി. പക്ഷെ എന്തോ ഒരു വല്ലാത്തൊരു വാത്സല്യവും സ്നേഹവും എന്തൊക്കെ തോന്നും. പക്ഷെ ഈ
ആ കുട്ടിക്ക് അറിയാം ഇത് സ്വന്തം പിതാവാണെന്ന്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം അടുത്ത് വരുന്ന സമയത്ത് മായാജാലത്തിൽ മായ കാണിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. അപ്പൊ ഈ ശന്തനുവിന് ഈ കുട്ടിയെ അടുത്തു പോകാനൊന്നും പറ്റില്ല. അപ്പൊ ഇത് വിഷമിച്ച് അവിടെ ഇരുന്ന് ഈ ഗംഗാദേവിയോട് എന്നെ ധ്യാനിച്ച് പ്രാർത്ഥിക്കും. ദേവി എന്താണ് നടക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയത്ത് ദേവി അങ്ങനെ പെട്ടെന്ന് കുറച്ച് പ്രാർത്ഥനകൾക്ക് ശേഷം ദേവി അങ്ങനെ പ്രത്യക്ഷപ്പെടും. ആ ഒരു കുട്ടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ദേവി വരികയാണ്. കാണുന്നുണ്ടോ? ഹരേ കൃഷ്ണ. അപ്പൊ ഗംഗാദേവി ഇങ്ങനെ ഇതാണ് നമ്മുടെ പുത്രൻ എന്ന് പറഞ്ഞ് ശന്തനുവിനെ ഈ പുത്രനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നോക്കിയത് ഇതിനെ ഈ കുട്ടിയെ വളർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ശന്തനു മഹാരാജാവ് സ്വന്തം പുത്രനെ കൊണ്ടുപോയി യുവരാജാവായിട്ട് ഒക്കെ വാഴിച്ച് അവിടെ അങ്ങനെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ രാജാക്കന്മാർ എപ്പോഴും എന്താ പറയാ, എപ്പോഴും ചില സമയങ്ങളിൽ അവര് ഇന്നത്തെ പോലെ എന്താ പറയാ അധികാരത്തിന് പിടിച്ചിരിക്കില്ല. അവര് കാടുകളിൽ പോയി തപസ്സര അനുഷ്ഠിക്കുകയും അല്ലെങ്കിൽ നായാട്ടിന് പോകും. അങ്ങനെ കുറെ കാര്യങ്ങളിൽ അവര് ക്ഷത്രിയന്മാർ അങ്ങനെയാണ്. അവരടുത്ത് അങ്ങനെ അടങ്ങിയിരിക്കില്ല. അവര് പോയിട്ട് അവര് ഒരിടത്ത് തന്നെ ഇരുന്ന് ആസ്വദിച്ചിരിക്കില്ല. പല സമയത്ത് കാട്ടിൽ പോയി അവിടുത്തെ ബുദ്ധിമുട്ടിയ ജീവിതങ്ങളൊക്കെ, അങ്ങനത്തെ ജീവിതമൊക്കെ പല ഓസ്റ്ററിറ്റീസ് തപശ്ചര്യകളൊക്കെ അനുഷ്ഠിക്കാറൊക്കെ ഉണ്ട്. ചില നായാട്ടിന് പോവും. ഈ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന തടയാനായിട്ട് അങ്ങനെ പല അവരുടെ ക്ഷത്രിയ ധർമ്മത്തിന്റെ ഭാഗമാണത്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അദ്ദേഹം യമുനാ തീരത്തെത്തും. യമുനാ തീരത്തെത്തുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടി, വളരെ എന്താ പറയാ സുഗന്ധം വമിക്കുന്ന കസ്തൂരി ഗന്ധം. നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്താണ് ഈ ഒരു ഗന്ധം വരുന്നത്. ആ ഗന്ധം 1 യോജന ദൂരത്തിൽ വ്യാപിക്കുന്ന ഒരു പ്രത്യേകതരം ഗന്ധമാണ്. ആരായിരിക്കും ആ കുട്ടി? ആർക്കെങ്കിലും പറയാമോ? ആ പെൺകുട്ടി ആരാണ്? ഹരേ കൃഷ്ണ. സത്യവതിക്ക് പരാശരന്റെ അനുഗ്രഹം കൊണ്ട് 1 യോജന ദൂരത്തിൽ കസ്തൂരി ഗന്ധം വമിപ്പിക്കാനുള്ള ശരീരമാണ് കിട്ടിയത്. അങ്ങനെ ഇദ്ദേഹം പോയി സംസാരിക്കുകയും ഈ പെൺകുട്ടി വിവാഹം കഴിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യും. പണ്ട് കാലത്തൊക്കെ നടക്കും, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഇത് നടക്കുന്ന ഇന്നു മുതലൊന്നും അല്ല, മിനിമം 5000 വർഷം മുമ്പുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ആ ഒരു കണ്ണിൽ കൂടെ കാണാവൂ ഇതിനൊക്കെ, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, നമുക്കത് പ്രായോഗികമല്ല. അപ്പൊ ഈ പെൺകുട്ടി എന്ത് ചെയ്യും? പറയും, ഞാനൊരു അങ്ങനെ ഒരു മുക്കുവ രാജാവിന്റെ അല്ലെങ്കിൽ നേതാവിന്റെ മകളാണ്, എൻ്റെ അച്ഛനോട് ചോദിക്കണം, അങ്ങ് വന്ന് ചോദിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ ശന്തനു മഹാരാജാവ് പോയി ചോദിക്കുകയാണ്, ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്, എനിക്ക് ഈ പെൺകുട്ടിയെ, താങ്കളുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം പറയും, ഇതൊന്നും അങ്ങനെ നടക്കില്ല, വേണമെങ്കിൽ കല്യാണം കഴിപ്പിച്ചു തരാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ മകളില് നിങ്ങൾക്കുണ്ടാവുന്ന പുത്രൻ, ആദ്യ പുത്രനെ നിങ്ങളുടെ സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് വാഴിക്കണം. അതായത് അടുത്ത യുവരാജാവായിട്ട് വാഴിച്ച് അദ്ദേഹത്തിന് പിന്നീട് രാജാവാക്കണം എന്നുള്ള ഒരു, താങ്കളുടെ കാലത്തിന് ശേഷം രാജാവാക്കണം എന്നൊരു ഒരു നിബന്ധന വയ്ക്കും. പക്ഷെ ശന്തനുവിന് അത് പറ്റില്ലല്ലോ. കാരണം എന്താ? ആൾറെഡി ഒരു മകനുണ്ട്, എല്ലാം തികഞ്ഞ എന്താ പറയാ സർവശക്തനും സുന്ദരനും കഴിവും ബുദ്ധിയും എല്ലാം ഉള്ള ഒരു പുത്രൻ ആൾറെഡി ഉണ്ട്. അപ്പം അന്നത്തെ നാട്ടുനടപ്പ് അനുസരിച്ചിട്ട് മൂത്ത മകനുള്ളപ്പോൾ രണ്ടാമതുണ്ടാകുന്ന പുത്രൻ ഒരിക്കലും രാജ്യഭാരം കൊടുക്കില്ല. അപ്പൊ ഇതിന് വളരെ അത്രയധികം വാത്സല്യവും സ്നേഹമാണ് ഈ പുത്രനോട് തന്നെ. പുത്രന്റെ പേരെന്താണ് ആർക്കും അറിയാമോ? ഹരേ കൃഷ്ണ. ഗംഗാദത്തൻ. ഗംഗാധർത്തൻ. ഭീഷ്മര് ദേവദത്തൻ. ദേവദത്തൻ. ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് ദേവവ്രതൻ. 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 ശരി. ദേവവ്രതൻ. അപ്പൊ ദേവവ്രതൻ എന്നുള്ള ആ പുത്രനുണ്ട്. സകലം എല്ലാം തികഞ്ഞ പുത്രനാണ്. ഒരു രാജാവാൻ അതിയോഗ്യൻ. അത്രയും വലിയ കുരുവംശം ഭരിക്കാനും വേണമെങ്കിൽ ആ ഭൂമിയുടെ തന്നെ ചക്രവർത്തിയായിട്ട് മാറാനും കഴിവുള്ള ഒരു പുത്രനാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചത് കൊണ്ട് വളരെ ദുഃഖിതനായിട്ട് അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി അവിടെ ദുഃഖിച്ച് അന്നപാനാദികളൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ ഒരു ദുഃഖിതനായിട്ട് ഇരിക്കുകയാണ്. ഇത് കണ്ട അച്ഛന്റെ ആ ഒരു പെരുമാറ്റത്തിൽ വ്യത്യാസം കണ്ട ആ ഒരു പുത്രൻ ദേവവ്രതൻ വളരെ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ എന്ത് പറ്റി? ഇത്രയും വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതിനു മുമ്പ്, അച്ഛൻ എന്ത് പറ്റി പറയൂ, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമുക്കിത് പരിഹരിക്കാന്നൊക്കെ പറഞ്ഞ്
സംസാരിക്കുമ്പോൾ പറയും, ഇല്ല മോനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, എനിക്ക് ഒറ്റ മകൻ നീ മാത്രമല്ലേ ഉള്ളൂ, നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഈ സാമ്രാജ്യം, നമ്മുടെ ഈ സാമ്രാജ്യം ആര് പരിപാലിക്കും, അത്രയൊക്കെ ഉള്ളു, അതൊക്കെ ഓർത്ത് ഞാനിങ്ങനെ വിഷമിക്കണം. അപ്പൊ അത് അത്ര അങ്ങോട്ട് വിശ്വാസയോഗ്യം ആയില്ല. ഇത്രയും ദുഃഖം വരേണ്ട കാര്യമില്ല. അങ്ങനെ മന്ത്രിമാരോട് പോയിട്ട് ഈ പുത്രൻ ദേവവ്രതൻ അന്വേഷിക്കുക, അച്ഛൻ എന്താ പറ്റിയത്. അച്ഛൻ നായാട്ടിന് പോയിട്ട് വന്ന ശേഷമാണല്ലോ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ഭാവ വ്യത്യാസം, അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസം. മന്ത്രിമാര് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനത്തെ ഈ സംഭവങ്ങളെല്ലാം വിശദീകരിക്കും. അച്ഛനെ അറിയിക്കാതെ അച്ഛന്റെ തനിക്ക് വേണ്ടി ഇങ്ങനെ സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച അച്ഛൻ ഇത്രയും ദുഃഖിച്ചിരിക്കുക, അച്ഛന്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം എന്ന് വെച്ചിട്ട് ഈ പുത്രൻ ആ സ്ഥലത്തെ മന്ത്രിമാരോട് കാര്യങ്ങൾ വിശദമായിട്ട് അറിഞ്ഞ് ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പോയിട്ട് ആ സ്ഥലത്ത് പോയിട്ട് ആ അല്ലെങ്കിൽ മത്സ്യഗന്ധി അല്ലെങ്കിൽ സ്വജനഗന്ധിയുടെ പിതാവിനോട് കാര്യം അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പിതാവാണ് ഇവിടെ വന്നിരുന്നത്, അദ്ദേഹത്തിന് ഇങ്ങനെ താങ്കളുടെ മകളെ വിവാഹം കഴിക്കും. ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ലോജിക്ക് ചിന്തിക്കുമ്പോൾ വളരെ എന്തുകൊണ്ടേ തോന്നും. പക്ഷെ ഇത് ആ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു പ്രശ്നമേ അല്ല ഈ നടക്കുന്ന സംഭവങ്ങളൊക്കെ. കാരണം അച്ഛന് വേണ്ടി മകൻ പെണ്ണാലോചിക്കാൻ പോകുന്നൊക്കെ പറയുമ്പോൾ അതൊരു വളരെ മോശമായിട്ട് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഇത് കാലഘട്ടം വേറെയാണ്. അപ്പോ ഈ ചോദിക്കുമ്പോൾ പറയും, ശരി കുഴപ്പമില്ല, എന്റെ മോളെ ഞാൻ ഈ മഹാരാജാവിന് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം, അവളിൽ ഉണ്ടാകുന്ന ആദ്യ പുത്രന് നിന്റെ സാമ്രാജ്യം കൊടുക്കണം, അവനെ രാജാവാക്കണം എന്ന് പറയും. അങ്ങനെ പറയുമ്പോ ഭീഷ്മർ പറയും, അല്ല ദേവവ്രതം പറയും, അങ്ങനെ ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ, എനിക്ക് രാജ്യഭാരം വേണ്ട, താങ്കളുടെ മകളിൽ ഉണ്ടാകുന്ന പുത്രൻ രാജ്യഭാരം കൊടുത്തോളൂ, എനിക്ക് സമ്മതമാണ്. അപ്പോ ഈ നേതാവ് പറയും, അത് ശരി, പക്ഷേ നിനക്ക് ഇപ്പൊ രാജ്യം വേണ്ടെന്ന് നീ പറഞ്ഞു, നിന്റെ നല്ല മനസ്സുകൊണ്ട് നീ പറയുന്നത്, പക്ഷെ നിനക്ക് ഉണ്ടാകുന്ന പുത്രന്മാര് രാജ്യം അവകാശപ്പെട്ടാൽ എന്ത് ചെയ്യും, എന്റെ അച്ഛന് കിട്ടേണ്ട രാജ്യമാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും. അവിടെ വളരെ വളരെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നിൽക്കുകയാണ്. അപ്പോ ദേവവ്രതം പറയും, അതിനെന്താ, ഞാൻ വിവാഹം കഴിക്കുന്നില്ല, ഞാൻ ഐഷ്ടബ്രഹ്മചര്യ വ്രതം സ്വീകരിക്കുകയാണ്, പിന്നെ എനിക്ക് പിന്നെ കുട്ടികളുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു ഉഗ്രമായിട്ടുള്ള ശബ്ദം ചെയ്യും. ഇത്രയും ശക്തനും സർവ്വ കഴിവുകളും ഉള്ള ഒരു മഹാരാജാവ്, അല്ലെ, ചക്രവർത്തി ആവാൻ തന്നെ യോഗ്യതയുള്ള ഒരു രാജാവ്, ഒരു യുവാവ് സാധാരണഗതിയിൽ അങ്ങനെ പ്രതിജ്ഞ എടുക്കേണ്ട ആവശ്യമില്ല, എടുക്കുകയില്ല അങ്ങനെ. പക്ഷെ അദ്ദേഹം അത് ചെയ്തു, അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിജ്ഞ എടുത്തു. അങ്ങനെ ആ സമയത്ത് ദേവന്മാര് ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ദൃഢമായ അല്ലെങ്കിൽ ഭീഷ്മമായ ആ ഒരു പ്രതിജ്ഞ എടുത്ത ആ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ദേവവ്രതൻ അന്ന് മുതൽ ഭീഷ്മർ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ദേവവ്രതൻ അന്ന് മുതൽ ഭീഷ്മരായി. അങ്ങനെ ആ പെൺകുട്ടിയെയും സ്വീകരിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അച്ഛന് എന്താ പറയാ ചടങ്ങുകളൊക്കെ മുന്നിൽ നിന്ന് നടത്തി വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ആ പെൺകുട്ടി, സത്യവതി എന്നുള്ള ആ യുവതി. അങ്ങനെ ഈ വിവാഹം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശന്തനുവിന് 2 മക്കളുണ്ടാവും. ആദ്യം ഉണ്ടാവുന്ന പുത്രൻ ചിത്രാംഗതൻ, രണ്ടാമത് വിചിത്രവീര്യൻ. അപ്പൊ ഈ ഭീഷ്മരുടെ അല്ലെങ്കിൽ ദേവവ്രതന്റെ അർത്ഥ സഹോദരന്മാരാണ് അല്ലെ ഇവർ രണ്ടുപേരും. അമ്മ 2ഉം അച്ഛൻ 1ഉമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും അങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയില്. അപ്പൊ സ്വന്തം സഹോദരന്മാരെ പോലെ തന്നെ ഇദ്ദേഹം ഇങ്ങനെ ഇവരെങ്ങനെ കൂടെ പരിപാലിച്ച് കൂടെ മേൽനോട്ടത്തിൽ വളർത്തിയവർക്ക് വേണ്ട ഇതൊക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശന്തനു മരിച്ചു പോകുന്നുണ്ട്. അപ്പോഴും ഈ കുട്ടികൾ ഈ യുവരാജാക്കന്മാരെ, യുവകുമാരന്മാരെ ഭീഷ്മരാണ് നോക്കി വീണ്ടും അവരുടെ കാര്യങ്ങൾ, അവരെ ഒരു ഭാവിയിൽ രാജ്യം ഭരിക്കേണ്ടവരാണല്ലോ. അങ്ങനെ അച്ഛൻ പോകുന്ന സമയത്ത് ഇവർ കുട്ടികളാണ്. അപ്പോ അവർക്ക് വേണ്ടി റീജൻസി, അവർക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിച്ചു. സത്യവതിയുടെ മറ്റ് മന്ത്രിമാരുടെയൊക്കെ ബ്രാഹ്മണരുടെ സഹായത്തിലും ഉപദേശത്തിലും നിർദ്ദേശങ്ങളിലും അദ്ദേഹം ഇവർക്ക് വേണ്ടി രാജ്യം ഭരിച്ചു. അത് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ ഒരാള് മറ്റുള്ള ഒരു യുവരാജാവ് പ്രായപൂർത്തിയായില്ല എങ്കിൽ അവർക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്ന അവസ്ഥകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത ചരിത്രങ്ങളിലൊക്കെ നമ്മൾ കാണാൻ പറ്റും നമുക്കത്. റീജൻസി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ കുട്ടികൾ ഇവര് വളർന്ന് വലുതായി കുമാരന്മാരാകുമ്പോൾ
ഈ ചിത്രാംഗതനെ രാജാവായിട്ട്, മൂത്ത പുത്രൻ ചിത്രാംഗതനെ രാജാവായിട്ട് പഴിക്കും. ചിത്രാംഗതനാണെങ്കിൽ കുറച്ച് ഇത്തിരി അഹങ്കാരം, ഈ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അവരുടെ ജ്യേഷ്ഠ ഭ്രാതാവ് അല്ലെ, ജ്യേഷ്ഠ വില്ലാളി വീരനും ഈ ലോകത്ത് അന്ന് ഭീഷ്മരെ വെല്ലാൻ ആ ഒരു യോദ്ധാവ് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ ഭീഷ്മര് രാജ്യം ഭരിക്കുന്ന സമയത്ത് വളരെയധികം ഒരു സ്വർഗതുല്യമായി എന്നാ പറയണത്. ഭീഷ്മര് രാജ്യം ഭരിക്കുന്ന സമയത്ത് പല മറ്റ് സ്ഥലങ്ങളിലുള്ള ആൾക്കാർ പോലും അവിടെ അത് ഉപേക്ഷിച്ച് ഈ കുരുവംശ രാജ്യത്ത് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഹസ്തിനാപുരത്തേക്ക് ചേക്കരുത് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും അതിമനോഹരമായ ഭരണമാണ് ഭീഷ്മര് കാഴ്ചവെച്ചത്. അങ്ങനെ പ്രായപൂർത്തിയ സമയത്ത് ചിത്രാംഗതനെ രാജാവാക്കി. അങ്ങനെ ആ കാലത്ത് ഭീഷ്മരുടെ ഖ്യാതിയും പ്രശസ്തിയും ഒക്കെ എല്ലായിടത്തും വ്യാപിച്ചിരുന്നു. ഭീഷ്മരുടെ ആ ഒരു ആയോധന പാഠവും എല്ലാം. ആ സമയത്ത് ഈ ജ്യേഷ്ഠൻ, നമുക്കറിയാം, നമുക്കൊരു ശക്തനായിട്ടുള്ള ബന്ധുവോ ചേട്ടനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളും അല്ലെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ചൊന്ന് തലയെടുപ്പ് കാണിച്ച് ആരോട് അടിക്കാനും കുറച്ച് അഹങ്കാരം കാണിക്കാനൊക്കെ ഒരു മടി ഉണ്ടാവില്ല. അല്ല ഇപ്പോഴും അങ്ങനെ കുറച്ച് പൈസയും കുറച്ച് പവറും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. ആ സമയത്ത് ഇത് തിരിച്ച് ഈ ചിത്രാംഗത എന്ന പേരുള്ള വേറൊരു ഗന്ധർവൻ ഭൂമിയില്, അന്ന കാലത്ത് ഗന്ധർവന്മാരും ഒക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ യാത്രകളൊക്കെ നടത്തുന്ന കാലഘട്ടമാണ്. നമുക്ക് അവർക്ക് പരസ്പരം ഈ യോദ്ധാക്കൾ പരസ്പരം ഭൂതലവാസികൾക്ക് അവരെ കാണാൻ, അവർക്ക് തിരിച്ചു കാണാനും അന്ന് പറ്റുമായിരുന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഈ ചിത്രാംഗതനെ ഗന്ധർവനായിട്ടുള്ള ചിത്രാംഗതൻ കണ്ടുമുട്ടുകയും ആ ഗന്ധർവൻ പറയണ ഈ പേരിൽ ഒരാൾ മതി ഭൂമിയിൽ, അങ്ങനെ രണ്ടുപേര് വേണ്ട, ഇവിടെ ആരാണ് ശക്തി നോക്കാം എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ വാക്തർക്കം ഉണ്ടായി. അങ്ങനെ യുദ്ധത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. അങ്ങനെ അഹങ്കാരിയുടെ ചിത്രാംഗത എന്ത് ചെയ്തു? യുദ്ധം പ്രഖ്യാപിച്ചു. രണ്ടുപേരും അങ്ങോട്ട് യമുനാ തീരത്ത് 3 സംവത്സരം യുദ്ധം ചെയ്തു എന്നാണ് പറയണത്. അങ്ങനെ യുദ്ധം ചെയ്ത് അവസാനം, അതാണ് മനുഷ്യനെക്കാളും ഗന്ധർവൻ എന്നിട്ട് മായാവിദ്യകളൊക്കെ കൈവശമുള്ള ആൾക്കാരാണ് ഗന്ധർവന്മാർ അല്ലെ. നമ്മൾ പറയുമല്ലോ മാനാവാനും മയിലാവാനും ഒക്കെ കഴിവുള്ള, എന്ത് രൂപം സ്വീകരിക്കാനും കഴിവുള്ള ആൾക്കാരാണ് ഈ ഗന്ധർവന്മാര്. അപ്പൊ ഈ ഗന്ധർവൻ എന്ത് ചെയ്തു? ഇയാളെ കൊന്നു, ചിത്രാംഗതനെ കൊന്നു. അപ്പൊ ഈ ഗന്ധർവ ചിത്രാംഗതൻ കൊന്നു, മനുഷ്യനായിട്ടുള്ള ചിത്രാംഗതനെ കൊന്നു. അങ്ങനെ അകാലത്തിലുള്ള ഭ്രാതാവിന്റെ മരണത്തിൽ ഭീഷ്മർ വളരെ വിഷമിക്കുകയും അദ്ദേഹം വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു, ശ്രാദ്ധ കർമാദികളൊക്കെ ചെയ്തു, സഹോദരന്റെ എല്ലാം ചെയ്തു കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ സഹോദരൻ വിചിത്രവീരനെ വീണ്ടും രാജാവായിട്ട് വാഴിക്കുക. അങ്ങനെ കാലഘട്ടം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിചിത്രവീര്യനും കുറച്ച് കഴിയുമ്പോൾ ക്ഷയരോഗബാധിതനായിട്ട്, ട്യൂബർക്ലോസിസ്, അദ്ദേഹം മരണപ്പെടുകയാണ്. ഒരു അനന്തരാവകാശം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ വിചിത്രവീര്യനും മരണപ്പെടുകയാണ്. അങ്ങനെ കുരുവംശം അങ്ങനെ ഒരു ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണ്. അടുത്ത ആര്? കാരണം ഭീഷ്മരാണ് ഏറ്റവും മൂത്തത്. പക്ഷെ അദ്ദേഹം നൈഷ്ഠബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞു, അങ്ങനെ വ്രതം എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ ആരുമില്ല. ഇതിനു മുമ്പായിട്ട് ഒരു സംഭവം ഞാൻ പറയാൻ വിട്ടുപോയി. അവരുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഭീഷ്മര് ആ സമയത്ത്, ഇവര് പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഇവർക്ക് കല്യാണം കഴിപ്പിക്കണമല്ലോ, ഈ അടുത്ത അനന്തരാവകാശം ഉണ്ടാവാനായിട്ട്. ആ സമയത്താണ് കാശി രാജാവ് അവിടെ 3 പെൺകുട്ടികൾക്ക് സ്വയംവരം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഭീഷ്മരും പോയിട്ട് അതിശക്തനായതുകൊണ്ട് ഭീഷ്മരും എല്ലാ ശത്രുക്കൾക്കും പങ്കെടുക്കാം. നമ്മളിപ്പോ കല്യാണം ക്ഷണിക്കും പോലെ. പക്ഷെ വിവാഹം പലതരത്തിൽ 8 വിധത്തിലുണ്ടല്ലോ. ഗന്ധർവം, ആർഷം, രാക്ഷസം, ബ്രാഹ്മണം, അങ്ങനെ ആർഷം, അങ്ങനെ പലതരത്തിലുള്ള വിവാഹങ്ങളുണ്ട്. അങ്ങനെ ഈ സ്വയംവരം ഒന്നാണ്. സ്വയംവരം നടക്കുന്ന സമയത്ത് ആർക്കും പങ്കെടുക്കാം, ഏത് ക്ഷത്രിയകുമാരനും പങ്കെടുക്കാം, ക്ഷത്രിയനും പങ്കെടുക്കാന്നാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ പോയി കഴിയുമ്പോൾ എല്ലാ രാജാക്കന്മാർ ഇങ്ങനെ ഈ ക്ഷത്രിയൻ പെൺകുട്ടികളുടെ പേരൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ കഴിയുമ്പോൾ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യും? ഈ 3 പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ട് രഥത്തിൽ കെട്ടി കൊണ്ടുപോകും. അങ്ങനെ അവിടെ രാജാക്കാരെ എല്ലാവരും സ്തബ്ധരാകും. കാരണം പെട്ടെന്ന് ഭീഷ്മരെ എതിർക്കാൻ ആർക്കും ധൈര്യമില്ല. കാരണം ഭീഷ്മരുടെ ഖ്യാതി അന്ന് എതിർക്കാൻ ആർക്കും ധൈര്യമില്ല. പക്ഷെ ശാൽവ രാജ്യത്തെ രാജകുമാരൻ മാത്രം, കുറച്ച് രാജ്യക്കാർ എതിർക്കുന്നവരെയൊക്കെ ഭീഷ്മർ സ്വന്തം ആയുധം കൊണ്ട് അവരെ പല കഷ്ണങ്ങളാക്കി മാറ്റും, അവരെ ഉപദ്രവിക്കും, അവരെ നശിപ്പിക്കും, കൊല്ലും പലരെയും. ആ സമയം ശല്യരെയും ശാൽവനെ കൊല്ലില്ല, ശാൽവനെ എന്താ പറയാ,
കുതിരയും കൊന്ന് രഥവും പൊട്ടിച്ച് അങ്ങനെ വിജയം മാത്രം കൊടുത്ത് വിട്ടേക്കും. കാരണം ഈ ശാൽവൻ വളരെ ആക്രമണത്തിന് വരാൻ കാരണം ഇതില് അംബ എന്ന് പറയുന്ന രാജകുമാരി ശാൽവനുമായിട്ട് വളരെ എന്താ പറയാ പ്രണയബന്ധത്തിലാണ്, വിവാഹം കഴിക്കാം. കാരണം ഈ ഒരു സ്വയംവരത്തില് ശാൽവന് മാലയിടാ എന്നുള്ള ഒരു പ്ലാനും അമ്പയ്ക്കുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭീഷ്മരുടെ ഒരു പ്രതീക്ഷിതമായ ആക്രമണത്തില് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. ഈ പെൺകുട്ടികളെ രാജധാനി കൊണ്ടുവരുന്നു. സഹോദരന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള ഒരു സഹോദരൻ വിചിത്രവീരന് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള പ്ലാൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ പറയും, ഞാൻ ഇങ്ങനെ വേറൊരു ആളുമായിട്ട് ഇങ്ങനെ പ്രണയത്തിലാണ്, വിവാഹം കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഭീഷ്മദേവർ എന്ത് ചെയ്യും, ശരി നീ പൊക്കോ എന്ന് പറഞ്ഞ് അമ്പയെ വിട്ടയക്കാം. പക്ഷെ ഒരു കാര്യം, അന്നത്തെ ക്ഷത്രിയ ധർമ്മം അനുസരിച്ചിട്ട് വേറൊരാള് സ്വീകരിച്ച ഒരു അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയ ഒരു സ്ത്രീ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു അത്ര ഒരു ഭംഗി കുറവാണ് അവർക്ക്. ആ ഭംഗിയാണ് അതിന് ഒരു നാണക്കേടെന്നൊക്കെ പറയാമെങ്കിൽ. അപ്പൊ ക്ഷത്രിയന്മാർ ഒരിക്കലും അങ്ങനെ സ്വീകരിക്കില്ല. അപ്പൊ ഈ സാൽവരാജകുമാരനും തിരസ്കരിച്ചു അമ്പയെ. അങ്ങനെ അമ്പയ്ക്ക് വേറെ വഴിയൊന്നും ഇല്ലാതെ അവസ്ഥ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്പയ്ക്കിനി എന്താ പറയാ, ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്ത് അമ്മാത്തൊട്ട് എത്തിയില്ലെന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്താ പറയാ, തൃശങ്കൂലായ പോലെ. തിരിച്ച് അച്ഛൻ്റെ അടുത്ത് പോകാനും പറ്റില്ല, പ്രണയിച്ച പുരുഷനും കൈവിട്ടു, ഈ പിടിച്ചോണ്ട് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അമ്പ തിരിച്ച് വീണ്ടും പരശുരാമനെ തന്നെ വന്ന് ഈ ഭീഷ്മാചാര്യരെ തന്നെ വീണ്ടും സമീപിക്കുന്നുണ്ട്. എന്റെ ജീവിതം ഇങ്ങനെ വഴിയാധാരമായി, എന്ത് ചെയ്യണം എന്നെ. അപ്പോ ഭീഷ്മാചാര്യർ പറയും വിചിത്രവീരോട് കല്യാണം കഴിക്കാൻ പറയും. വിചിത്രവീരൻ പറയും, ഇല്ല, മറ്റൊരാളെ മനസ്സുകൊണ്ട് സമർപ്പിച്ച ഒരു സ്ത്രീ എനിക്കിനി കല്യാണം കഴിക്കാൻ പറ്റില്ല, വേണ്ടെന്ന് പറയും. അപ്പോ അമ്പ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഭീഷ്മർ എന്നെ വിവാഹം കഴിക്കണം എന്ന് പറയും. അങ്ങനെ ഭീഷ്മർക്ക് അത് പറ്റില്ലല്ലോ. ഇങ്ങനെ പോയിട്ട് ഇവര് വളരെ വിഷമത്തോടെ ഒരു വനപ്രദേശത്തിൽ പോയിട്ട് തപസ്സനുഷ്ഠിക്കാൻ പോകുമ്പോൾ അവിടെ വെച്ച് കുറച്ച് മുനിമാരെയൊക്കെ കണ്ട് വളരെ കഠിനമായ തപസ്സുകളൊക്കെ അനുഷ്ഠിക്കും അമ്പ. അങ്ങനെയാണ് അവിടെ ഇരിക്കുന്ന സമയത്താണ് സ്വന്തം മാതാമഹനായിട്ടുള്ള ഹോത്രഹവനൻ എന്ന് പറയുന്ന ഒരു മുനി, അദ്ദേഹം മുമ്പ് രാജാവായിരുന്നു, ഹോത്രഹവനെ കണ്ടുമുട്ടും. അപ്പൊ കുറച്ച് മറ്റു മുനിമാരെയും കണ്ടുമുട്ടി ആ സമയത്ത് തന്നെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ പരശുരാമന്റെ ശിഷ്യനായിട്ടുള്ള അകൃതവ്രണൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്നു ചേരും. ആ സമയത്ത് ഈ ഹോത്രഹവനം പറയും, ഒരു കാര്യം ചെയ്യും, ഇദ്ദേഹം പരശുരാമന്റെ ശിഷ്യനായിട്ടുള്ള അകൃതവ്രണനാണ്, ഇദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള പരശുരാമനെ നീ കണ്ടാൽ അദ്ദേഹം വേണ്ടുന്ന കാര്യങ്ങളിൽ നിന്ന് സഹായിക്കാൻ പറ്റും. കാരണം ഈ പരശുരാമൻ എന്ന് പറയുന്നത് ഭീഷ്മാചാര്യരുടെ ഒരു ഗുരുവാണ്. അങ്ങനെ ഇവരിങ്ങനെ പരശുരാമനെ പോയി കണ്ടു. രണ്ടുപേരും കൂടെ ഹോത്രഹവനനും അതുപോലെ തന്നെ അകൃതവ്രണനും കൂടി ചേർന്ന് അമ്പയെ കൊണ്ടുപോയി പരശുരാമന് പരിചയപ്പെടുത്തി. അനുപമ്പാട്ടി ഈ അകൃതവ്രണൻ ചോദിക്കും, നിനക്ക് എന്താണ് വേണ്ടത്, നിന്റെ നീ പ്രണയിച്ചിരുന്ന യുവാവായിട്ടുള്ള സാൽവന്റെ അടുത്ത് കൊണ്ടുപോകണോ അതോ നിനക്ക് ഈ ഭീഷ്മരോട് പ്രതികാരം കിട്ടണോ ചോദിക്കും. അപ്പൊ അമ്പ തിരഞ്ഞെടുക്കുന്നത് ഭീഷ്മരോട് പ്രതികാരം ചെയ്യും എന്നുള്ളൊരു ഇതാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഈ ഭീഷ്മാചാര്യരുടെ പറ്റിയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പരശുരാമനോട് പറയും. പരശുരാമൻ ശിഷ്യനല്ലേ, രാജ്യാതിർത്തിയിൽ എത്തുമ്പോൾ തന്നെ മെസ്സഞ്ചേഴ്സ്, അവരുടെ ദൂതന്മാരെ വിട്ടിട്ട് ഇങ്ങനെ അദ്ദേഹം വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ സ്വന്തം ഗുരുവിനെ കാണാനായിട്ട് ഭീഷ്മാചാര്യർ ഇങ്ങനെ സന്നാഹങ്ങളോടുകൂടി അല്ലെങ്കിൽ ആദരവ് എല്ലാം പ്രകടിപ്പിക്കാനുള്ള വസ്തുക്കളായിട്ട് വന്ന് ദ്രവ്യങ്ങളൊക്കെ വെച്ച് കാഴ്ച വെച്ച് നമസ്കരിച്ച് ഗുരുവിനെ വേണ്ടവണ്ണം സ്വീകരിക്കും. അപ്പോഴാണ് ഗുരു ഈ കാര്യം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയും, എനിക്കിത് സാധ്യമല്ല, ഞാൻ വ്രതം എടുത്തിട്ടുണ്ട്. പക്ഷെ പരശുരാമൻ വാക്കുകൊടുത്തു പോയി സഹായിക്കാന്നുള്ളത്. പക്ഷെ പരശുരാമൻ പറയുന്നത് ഉൾക്കൊള്ളാൻ, എങ്കിൽ നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ഈശ്വരൻ ശരി, ഞാൻ തയ്യാറാണ്, ഗുരുവിനോട് യുദ്ധം ചെയ്യേണ്ടതായാലും ശരി, ഞാൻ എന്റെ വ്രതം മാറ്റില്ല. ഞാൻ ക്ഷത്രിയന്മാർക്കെന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ്, വാക്ക് മാറ്റി പറഞ്ഞതല്ല പൊളിറ്റീഷ്യൻസ് എന്നത്തെ പോലെ. അന്ന് അവർ പറഞ്ഞതാണ്, സാഹചര്യം അനുസരിച്ച് മാറില്ല അവർ. അങ്ങനെ ഇവർ തമ്മിൽ ഘോര യുദ്ധം ആരംഭിക്കാൻ വളരെ നീണ്ടു നിൽക്കുന്നു. 23 ദിവസം അങ്ങനെ കുറെ നാളിങ്ങനെ നീണ്ടു നിൽക്കുമ്പോൾ രണ്ടുപേരും ഒരേപോലെ തുല്യരാണ് യുദ്ധത്തിൽ. കാരണം പരശുരാമൻ പഠിപ്പിച്ച കാര്യങ്ങളാണല്ലോ ഭീഷ്മര് പ്രയോഗിക്കുന്നത്. അങ്ങനെ വളരെ ഒരു
ബ്രഹ്മാസ്ത്രം പോലുള്ളൊരു വലിയ അതികഠിനമായ ഒരു ആയുധം പ്രയോഗിക്കുന്ന സമയത്ത് നാരദർ അവിടെ പ്രത്യക്ഷപ്പെടുകയും രണ്ടുപേരെയും പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്ത് രണ്ടുപേരും സമന്മാരാണ്, ആയോധന കലയില് രണ്ട് ശക്തി ഒരുപോലെയാണ് എന്ന് പറയും. രണ്ടുപേരും ആരും തോക്കുന്നുമില്ല, ആരും ജയിക്കുന്നുമില്ല. അങ്ങനെ ഡ്രോ ആവാണ് അവിടെ ആ ഒരു യുദ്ധം. അതിനുശേഷം ഇവര് തിരിച്ച് പോവാണ്. അമ്പയ്ക്കപ്പോ ദേഷ്യം വന്ന് അമ്പ തിരിച്ച് വീണ്ടും പോവാണ് കാട്ടിലേക്ക്. വളരെ വളരെ വലിയ തപശ്ചര്യകളും വ്രതങ്ങളും ഒക്കെ അനുഷ്ഠിച്ച് വളരെ ഒരു ഓസ്റ്റർ ലൈഫ്, തപശ്ചര്യയോടുകൂടി ജീവിതം നയിച്ചുകൊണ്ട് അവിടെ അമ്പയുടെ ലക്ഷ്യം എന്താണ്? തപശ്ചര്യ അനുഷ്ഠിക്കുമ്പോഴും സ്വന്തം ഈ ഒരു ദുർഗതിക്ക് അല്ലെങ്കിൽ ദുസ്ഥിതിക്ക് കാരണക്കാരനെ ഭീഷ്മരെ നശിപ്പിക്കണം എന്നുള്ള ഒറ്റ. അപ്പൊ നമ്മുടെ പല ആൾക്കാരും അങ്ങനെയാണ് അല്ലെ, വലിയ വ്രതങ്ങളും തപശ്ചര്യയും ഒക്കെ അനുഷ്ഠിക്കും. സ്വന്തം ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരെ നശിപ്പിക്കാൻ എന്താണ് വഴി? എങ്ങനെ അമ്പലത്തിൽ പോയി കാണിക്കിട്ടിട്ട് അല്ലെങ്കിൽ തേങ്ങ ഉടച്ചിട്ട് എന്റെ അയൽവക്കത്തുള്ള കുട്ടപ്പൻ ചേട്ടൻ നശിച്ചു പോണേ എന്നുള്ള അങ്ങനെ ഒരു ഇതായിരിക്കും അവർ ചെയ്യുന്നത്. എന്ത് അതായത് ആസുരികമായിട്ടുള്ള അല്ലെങ്കിൽ രാവണൻ ചെയ്ത പോലെ എന്ത് കഠിന വ്രതവും അനുഷ്ഠാനമൊക്കെ ചെയ്യും. എന്തിനു വേണ്ടി? മറ്റുള്ള നശിച്ചു. സ്വന്തം ഈ ഒരു ചെയ്യുന്ന തപശ്ചര്യ സ്വന്തം ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. പക്ഷെ അത് പൊതുവെ ആരും ചെയ്യാറില്ല. ഈ കഠിനമായ തപശ്ചര്യയെല്ലാം മറ്റുള്ള നാശത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുകയും ചെയ്യും. അതാണ് മനുഷ്യന്മാരുടെ ഓരോ എന്താ പറയാ ചിന്താഗതി, അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി അങ്ങനെയാണ് പൊതുവെ. അങ്ങനെ അമ്പ അങ്ങനെ തിരിച്ചു പോവാണ്. പിന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, അങ്ങനെ അമ്പ കഠിനമായ തപസ്സുകളൊക്കെ അനുഷ്ഠിച്ച് അവര് വത്സം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പോയി അവിടെയും ഒരുപാട് തപസ്യ അനുഷ്ഠിച്ച് പല പല പുണ്യസ്ഥലങ്ങളും നടന്ന് വനങ്ങളും നദികളും ഒക്കെ നടന്ന് അങ്ങനെ കറങ്ങി വരുന്ന അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കലും ഗംഗാദേവിയും പ്രത്യക്ഷപ്പെടും. ഗംഗാദേവിക്ക് മനസ്സിലാവും ഇവള് എന്തിനാണ് എന്റെ മകനെ കൊല്ലാനോ അടക്കാണെന്നുള്ള രീതിയിൽ എല്ലാം മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് ഈ കഥ വീണ്ടും അമ്പയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് പറയും, ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ള രീതിയിൽ കൊല്ലുമെന്നുള്ള രീതിയിൽ പറയുമ്പോൾ സ്വന്തം മകനെ കൊല്ലുന്നപ്പോൾ ആർക്കും സഹിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഗംഗാദേവി ഇത്രയും നീ ഒരു ഇങ്ങനത്തെ ഒരു ദുഷ്ടചിന്തയോടുകൂടി നീ ഇത്രയും തപസ്യ അനുഷ്ഠിക്കുന്ന കാരണം നീ ഒരു ഉണങ്ങി വരേണ്ട നദിയായി പോട്ടെ, വർഷത്തിൽ 8 മാസം വരണ്ടും 4 മാസം മഴ സമയത്ത് മാത്രം ഒഴുകുന്ന നദിയായിട്ട് നീ പോട്ടെ എന്നുള്ളൊരു ശാപം കൊടുക്കും ഗംഗാദേവി. അതാണ് അംബാ നദി. ഇന്നും ആ നദി ഉണ്ട്. ആ നദി മഹാരാഷ്ട്രയുടെ ഭാഗത്താണ് ഉള്ളത്. അപ്പൊ അംബാ നദിയായിട്ട് മാറും. പക്ഷെ ഇത്രയും വലിയൊരു തപശ്ചര്യ അനുഷ്ഠിച്ച കൊണ്ട് ഇവരുടെ ഒരു അംശം മാത്രമാണ്, ഈ അമ്പയുടെ ഒരു അംശം മാത്രം നദിയായിട്ട് മാറി, ബാക്കി പിന്നെയും ഒരു സ്ത്രീയായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടും ഇവര് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഇവര് ഒരുപാട് തപശ്ചര്യ അനുഷ്ഠിക്കുന്ന കാരണം സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുകയും സുബ്രഹ്മണ്യൻ ഇവർക്കൊരു വാടാത്ത താമരമാല നൽകുകയും ചെയ്യും. ആരാണ് ഈ മാല ധരിക്കുന്നത് ആ ആൾക്ക് ഭീഷ്മരെ വധിക്കും എന്നുള്ള ഒരു അനുഗ്രഹം കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഈ പെൺകുട്ടി പല രാജാക്കന്മാരെയും സമീപിക്കുന്നുണ്ട് ഈ ഭീഷ്മരെ എതിർക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും തന്നെ അതിന് തയ്യാറാവില്ല. കാരണം ഭീഷ്മരുടെ ശക്തിയും വൈഭവവും ഒക്കെ അന്ന് തന്നെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് ആരും ഭീഷ്മരെ പോലുള്ള ഒരാളെ അല്ലെങ്കിൽ കുരുവംശത്തിനെ തങ്ങളുടെ ഇതിൽ പല രാജാക്കന്മാരും കുരുവംശത്തിന്റെ സാമന്തന്മാരാണ് ആയിക്കഴിഞ്ഞു. അവര് കുരുവംശം ഒരു ചക്രവർത്തി പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആരും ഇപ്പൊ തന്നെ നമുക്കറിയില്ലേ, പൊതുവെ പണവും പവറുള്ള ആൾക്കാരെ പെട്ടെന്ന് ആരും എതിർത്തൊന്നും പറയില്ല. അധർമ്മം കാണിച്ചാൽ പോലും അത് എതിർക്കാനോ ചോദ്യം ചെയ്യാനോ നിൽക്കില്ല ആരും. കാരണം അവർക്ക് സ്വയം നാശത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പല രാജാക്കന്മാരെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടത്തില് ഈ പെൺകുട്ടി നമ്മുടെ ദ്രുപദ മഹാരാജാവിനെയും സമീപിക്കുന്നുണ്ട്. ദ്രുപദ മഹാരാജ് സമീപിക്കും, അദ്ദേഹവും അതിന് സമ്മതിക്കുന്നില്ല. അപ്പൊ ഈ മാലയെ പറ്റി എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്യും, ഈ മാല ധരിച്ചാൽ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആരും സ്വീകരിക്കുന്നില്ല. അങ്ങനെ ദേഷ്യം വന്നിട്ട് പെൺകുട്ടി ഒരു തൂണിന് മുകളിൽ ഒരിക്കലും പാടാത്ത ഈ താമരമാല ദ്രുപദന്റെ കൊട്ടാരത്തിലെ തൂണിന് ഇങ്ങനെ ഇട്ടിട്ട് പോവാണ്. അങ്ങനെ കാലാന്തരം അങ്ങനെ കഴിഞ്ഞു പോയി. ദ്രുപദന്റെ മകളായിട്ട് തന്നെ ഈ അംബ ജനിക്കുകയാണ് പിന്നീട്, ശിഖണ്ഡി എന്ന പേരിൽ. നമുക്കെല്ലാവർക്കും അറിയാം.
അങ്ങനെ കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ മാല, ഈ സംഭവങ്ങൾ അറിയാന്നുള്ള കാരണം ഈ മാല ആരും അത്രയും കാലമായിട്ടും ആരും തൊട്ടിട്ടില്ല, ഭയന്നിട്ട്. ദ്രുപദ് നോക്കുമ്പോൾ ഒരു ദിവസം ഈ കുട്ടി മകൾ ഈ മാല കഴുത്തിലിട്ടിക്കുക, ശിഖണ്ഡി. അപ്പം ദ്രുപദന് മനസ്സിലാവും ഇവള് ഭീഷ്മരെ വധിക്കും. അങ്ങനെ ഒരു കഥയും പറയുന്നുണ്ട്. അങ്ങനെ കാലക്രമേണ അങ്ങനെ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിചിത്രവീരൻ ക്ഷയരോഗം വന്ന് മരിക്കുന്നത്. അപ്പോഴും ഇവിടെ കുടുംബത്തിലൊരു സന്നിഗ്ധ ഘട്ടം വന്നു. അനന്തരാവകാശമില്ല. 2 ഭാര്യമാരുണ്ടായിരുന്ന വിചിത്രവീരന് കുട്ടികളുണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കുരുവംശം മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. സത്യവതി ഭീഷ്മരോട് പറയുന്നു, ഭീഷ്മ അവനോട് പറയാണ്, ഈ കുലം മുമ്പോട്ട് പോകാൻ വേറെ ഒരു മാർഗമില്ല മകനെ. നീ നിന്റെ വ്രതം മാറ്റിവെച്ച് നിന്റെ ഈ സഹോദരന്റെ വിധവകൾക്ക് ഓരോ സന്താനങ്ങളെ പ്രദാനം ചെയ്യാന്ന് പറയും. അപ്പൊ നമ്മൾ ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു 5 കാര്യങ്ങൾ ഈ കലിയുഗത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറയുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നമുക്കറിയാം, അശ്വമേധം, ഗവാലംബം, സന്യാസം, ഫലപൈതൃകം, ദേവേര സുതോൽപത്തി, വർജയി കലോ എന്ന് പറയുന്നുണ്ട്. കലിയുഗത്തിൽ ഈ 5 കാര്യങ്ങളും നമ്മൾ വർജിക്കണം, ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ആ കാലഘട്ടത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്ന് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ ദേവേര സുതോൽപത്തി എന്ന് പറഞ്ഞാൽ സഹോദരന്റെ ഭാര്യയിൽ കുല സംരക്ഷണാർത്ഥം, കുലം നിലനിർത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു സന്താനത്തെ പ്രദാനം ചെയ്യാമെന്ന് അന്ന് അതിന് അനുവാദം ഉണ്ടായിരുന്നു. ഇത് നടക്കുന്നത് ദ്വാപരയുഗത്തിലാണെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ പക്ഷെ ഇദ്ദേഹം അതിന് തയ്യാറല്ല. കാരണം ഇദ്ദേഹം വ്രതം മുറിക്കാൻ തയ്യാറല്ല. അച്ഛന് കൊടുത്ത, അല്ലെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് അവിടെ കൊടുത്ത ആ ഒരു സത്യം ലംഘിക്കാൻ ഇദ്ദേഹം തയ്യാറല്ല. അങ്ങനെ സത്യവതി നിരന്തരമായിട്ട് ഇദ്ദേഹത്തോട് ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ആലോചിക്കും, ഇതിനെന്താ മാർഗം, ഇതെന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ, എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല ഇവരെന്നും. അത് മാത്രമല്ല, സത്യവതി പറയുന്നുണ്ട്, ഇവർക്ക് നീ ഓരോ സന്താനങ്ങളെ കൊടുത്തിട്ട് നീ രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് പറയുന്നുണ്ട് സത്യവതി. പക്ഷെ ഇദ്ദേഹം അതിന് ഒട്ടും താല്പര്യമില്ല. ഇദ്ദേഹം അതിനുള്ള പോംവഴികൾ ആലോചിക്കുകയാണ് ഇങ്ങനെ. അപ്പൊ അദ്ദേഹം ആലോചിക്കും, മുമ്പ് ഇതുപോലെ ക്ഷത്രിയന്മാരെ മൊത്തം പരശുരാമൻ വധിച്ചു കഴിഞ്ഞപ്പോ 21 തവണ ക്ഷത്രിയ നിർഗം നടത്തുമല്ലോ. അപ്പൊ ക്ഷത്രിയന്മാർ നശിച്ചു ഭൂമിയിൽ. പിന്നെ ഭൂമി ഭരിക്കാൻ ക്ഷത്രിയന്മാരില്ല. അങ്ങനെ പരശുരാമൻ ഈ ഇതെല്ലാം ചെയ്തിട്ട് അദ്ദേഹം ഹിമാലയത്തിൽ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ക്ഷത്രിയ കുമാരിമാരെല്ലാം പുറത്തേക്ക് വന്നിട്ട്, മഹാറാണിമാരെല്ലാം പുറത്തു വന്നിട്ട് ബ്രാഹ്മണന്മാരോട് യാചിക്കും, ഞങ്ങളുടെ കുലം നിലനിർത്താനായിട്ട് ഞങ്ങൾക്ക് ഓരോ സന്താനങ്ങൾ. ഇവര് ചെയ്യുന്നത് ശരിക്കും അനാസക്തമായിട്ടാണ്. കുലത്തിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഇവരാരും ശാരീരികമായിട്ടുള്ള ഒരു ആസ്വാദനത്തിനോ അതിന് അടിമപ്പെട്ടിട്ടോ ആസക്തരായിട്ടോ അല്ല ചെയ്യുന്നത്. ഈ ഋഷിമാരോ അല്ലെങ്കിൽ ബ്രാഹ്മണരോ ഈ ഉപകാരം ചെയ്യുന്നത് ഒരു സേവനമായിട്ടാണ്. കുലം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അവരാരും ഇതിനോടൊന്നും ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരല്ല. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് ഉള്ള ഒരു വ്യക്തിക്ക് പോലും ആ ഒരു രീതിയിൽ ഒരു കാര്യം ചെയ്യാനും അവർക്ക് പറ്റുകയില്ല. അങ്ങനെയുള്ള മനസ്സാവസ്ഥ ആർക്കും കിട്ടുകയില്ല. അതാണ് കലിയുഗത്തിന്റെ പ്രത്യേകത. ഇത് നടന്നത് ദ്വാപരയുഗത്തിലും മറ്റു യുഗങ്ങളിലും ഒക്കെയാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നത്. കലിയുഗത്തിൽ ഇത് നിരോധിക്കപ്പെട്ട ഒരു സംഭവമാണ്. അതിനുള്ള ചരിത്രങ്ങൾ അടുത്ത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം അദ്ദേഹം ഓർക്കും. ഇങ്ങനെ ബ്രാഹ്മണരിൽ നിന്നാണല്ലോ പിന്നീട് ക്ഷത്രിയ വംശം നിലനിന്നതെന്നുള്ള ഒരു ഇതില് ആ ഒരു കാര്യം ചിന്തിക്കും. പിന്നെ അത് കഴിയുമ്പോൾ അത് രണ്ടാമതൊരു കാര്യം ചിന്തിക്കുന്നത് ഇതുപോലെ തന്നെ ഉദത്യ ഋഷി എന്നൊരു ഋഷി ഉണ്ടായിരുന്നു. ഉദത്യൻ, അതായത് ബൃഹസ്പതിയുടെ സഹോദരനായിട്ടുള്ള ഉദത്യന്റെ ഭാര്യയാണ് മമത. അങ്ങനെ ഈ ബൃഹസ്പതിക്ക് ഈ മമതയോട് ചെറിയൊരു മമത തോന്നും. ചെറുതല്ല, വലിയൊരു മമത തോന്നും. സ്വന്തം സഹോദര പത്നിയാണെങ്കിൽ പോലും ഇതിന് അവരെ ബലം പ്രയോഗിച്ച് അവരെ പ്രാപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ പറയും, ഞാൻ ഗർഭിണിയാണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ തന്നെ അദ്ദേഹം ബലപ്രയോഗം ചെയ്യും. ആ സമയത്ത് അതിൻ്റെ ഉള്ളിലാണ് കുട്ടി, അമ്മയുടെ ഗർഭത്തിലുണ്ടെന്ന കുട്ടി. ആ കുട്ടിയുടെ പ്രത്യേക ഇത് കാരണം ആ ഒരു ഗർഭം ഉണ്ടാവില്ല, ഗർഭിണി ആവില്ല. ആക്ച്വലി ഒരു പ്രത്യേക ഇത് കൊണ്ട് ആ കുട്ടി അതിനെ തടയും. ഇത് മനസ്സിലാക്കിയ ബൃഹസ്പതി ഈ കുട്ടിയെ ശപിക്കും, നീ അന്ധനായി പോട്ടെ എന്നുള്ള ശാപം കൊടുക്കും. അങ്ങനെ ആ കുട്ടി ജനിക്കും.
അതീവ ബുദ്ധിശക്തിയും അദ്ദേഹം ജ്ഞാനമൊക്കെ നേടും, വിദ്യയൊക്കെ നേടും, പക്ഷെ അന്ധനായിരിക്കും. അതിന്റെ പേരാണ് ദീർഘതമസ് എന്നാണ് ആ മുനികുമാരന്റെ പേര്. ദീർഘതമസ്, തമസ് അറിയില്ല, ഇരുട്ട് അല്ലെ, ജീവിതം മുഴുവനും ഇരുട്ടിൽ ജീവിക്കാൻ അനുവദിക്കപ്പെട്ട ഒരാള് അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ ദീർഘതമസ്. ദീർഘതമസ് അങ്ങനെ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ചു കഴിയും. ഭാര്യയുടെ പേര് പ്രദ്വേഷി എന്നാണ്. പ്രദ്വേഷി അല്ലെ, ദേശി, പേര് തന്നെ ഉണ്ട് പ്രദ്വേഷി. അങ്ങനെ അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിയും ഭാര്യ അപ്പോഴൊന്ന് ശുശ്രൂഷിക്കും. പക്ഷെ കുറച്ച് വൃദ്ധനായി കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഇദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ കൊള്ളാം, അങ്ങനെ പല ആഗ്രഹങ്ങളൊക്കെ തോന്നും. ആ സമയത്ത് ഇങ്ങനെ ഇത് മനസ്സിലാക്കി ഇദ്ദേഹം ഭാര്യയോട് സംസാരിക്കുമ്പോൾ ഭാര്യയുടെ മനസ്സിൽ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്താണ് ഈ ദീർഘതമസ് ഒരു ശാപം കൊടുക്കും. ഒരു കാര്യം, ഇന്നു മുതൽ സ്ത്രീകൾക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റില്ല. ഭർത്താവ് ഇരിക്കുകയോ ഭർത്താവ് മരിച്ചുപോയി കഴിഞ്ഞാലോ മറ്റു ആളെ അങ്ങനെ മനസ്സിലിങ്ങനെ ആകർഷണാവും അല്ലെങ്കിൽ കൂടെ ജീവിക്കണം ആഗ്രഹിക്കുന്ന ഒരു എന്ന് പറയാം, അത് അധപ്പതിച്ചയായിട്ട് കാണും എന്നുള്ള രീതിയിലൊരു ശാപം പോലെ അദ്ദേഹം കൊടുക്കും. അതിനു മുമ്പ് വരെ സ്ത്രീകൾ വളരെ സ്വതന്ത്രരായിരുന്നു. അവർക്ക് അങ്ങനെ കല്യാണം കഴിച്ച് ഒരാളുടെ കൂടെ തന്നെ ജീവിക്കണം അങ്ങനെയൊന്നും ഒരു നിയമമൊന്നും, അങ്ങനെ ഒരു കെട്ടുപാടോ അല്ലെങ്കിൽ ഒന്നും അന്ന് അതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അവർക്ക് ഇഷ്ടമുള്ള പോലെ പൂർണ്ണ സ്വതന്ത്രരായിരുന്നു അവരെന്നാ പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഭർത്താവിനെ സ്വീകരിക്കുക, അവർക്ക് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ. പക്ഷെ ഈ ഇങ്ങനെ ഒരു സംഭവം നടന്ന ശേഷം അതിനൊരു റെസ്ട്രിക്ഷൻ വന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ശാപം കൂടെ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഈ മക്കളോട് ഈ അമ്മ പറയും ഇദ്ദേഹത്തിന് നദിയിൽ ഒഴുകിക്കളയാൻ പറയും. അങ്ങനെ നദിയിൽ ഒരു വള്ളത്തിൽ കെട്ടിവെച്ച് ഒഴുകി വിടുമ്പോഴത്തേക്കും ഇദ്ദേഹം ഒഴുകി ചെന്ന ഒരു വാലി എന്ന് പറയുന്ന രാജാവിന്റെ ഒരു രാജ്യത്തിലെത്തും. അങ്ങനെ വാലി ഇദ്ദേഹത്തിനെ കാണുകയും രക്ഷിക്കുകയും ഇതിന്റെ കഥകളൊക്കെ മനസ്സിലാക്കി ഇവിടെ കൂട്ടിക്കൊണ്ട് പോയി. അപ്പൊ വാലി അനപത്യ ദുഃഖം അനുഭവിക്കുന്ന ഒരാളാണ്, കുട്ടികളൊന്നുമില്ല. അപ്പം അന്ന് കാലത്ത് ഇങ്ങനെയാണ്, നല്ലൊരു കുലം നിലനിർത്താനായിട്ട് അവര് ഇങ്ങനത്തെ പല ഋഷിമാരെയും മഹാബ്രാഹ്മണരെയും മഹത്തുക്കളൊക്കെ ഒരു ഡിപ്പെൻഡ് ചെയ്യാറ്. ഇന്നും നമ്മൾക്ക് അറിയാം, നമ്മൾ IVF മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കാൻ ഡീറ്റെയിലായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് നടക്കുന്നുള്ളത്. നല്ല കുട്ടിക്ക് വേണ്ടി ഇപ്പോഴും ഇങ്ങനെ ഡോണേഴ്സിനെയൊക്കെ അന്ന് ആ രീതി ചെയ്ത് ഇന്ന് വളരെ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ ഉണ്ട് എന്ന് പറയാം. ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പം അന്നും ഇന്നും ഒക്കെ ഇതൊക്കെ ഉണ്ട് എന്ന് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ സുദേഷ്ണ എന്നുള്ള സ്വന്തം ഭാര്യയിലേക്ക് ആ കുട്ടിയെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു സേവന നിലയ്ക്ക് അദ്ദേഹം അത് ചെയ്യുന്നു. പക്ഷെ ഇത്രയും ജടാഭാരമൊക്കെ ഉള്ള ഒരു മഹർഷി ആയിട്ടുള്ള ആളും ഒരു അന്ധനുമായിട്ട് ആളുടെ അടുത്ത് പോയിട്ട് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ദാസിയെ പറഞ്ഞേക്കാണ്. അങ്ങനെ ദാസിയില് 11 കുട്ടികൾ ഉണ്ടാവുകയാണ്. പക്ഷെ ഇതറിഞ്ഞ വാലി മഹാരാജാവ് വീണ്ടും അങ്ങനെ ശരിയാവില്ല, എന്റെ രാജ്യം ഭരിക്കാൻ ശൂദ്ര സ്ത്രീയിലുണ്ടായ മക്കളെ രാജാവാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഭാര്യയോടത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും വരുന്ന സമയത്ത് വെറും സ്പർശനം കൊണ്ട് മാത്രം ഈ മുൻ തൊടുമ്പോൾ തന്നെ ഇവർക്ക് 5 കുട്ടികൾ ഉണ്ടാവുകയാണ്. സ്പർശനം മാത്രമാണ് അവർക്ക് 5 കുട്ടികൾ ഉണ്ടാവുകയാണ്. അപ്പൊ ഈ ഒരു കഥയും ഭീഷ്മർ ആലോചിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹം അങ്ങനെ വഴികളെ ചിന്തിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ വന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, ഒരു കാര്യം ഞാൻ പറയാം, ഇതുവരെ ആരോടെയും പറയാത്ത സത്യം ഞാൻ പറയാം. എനിക്ക് ഇങ്ങനൊരു പുത്രനുണ്ട്, ഇങ്ങനൊരു പഴയ കഥ നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, പരാശരമായിട്ടൊരു ബന്ധവും അങ്ങനെ ഉണ്ടായ കുട്ടി മകൻ എന്ത് ചെയ്തു, മകൻ തപസ്സനുഷ്ഠിക്കാനായിട്ട് പോവുകയാണ്. അതൊക്കെ അറിയാലോ. അമ്മ എപ്പോ വിളിച്ചാലും എത്തിക്കോളാം എന്നുള്ള വാക്ക് കൊടുത്തിട്ട് ആ പുത്രൻ പോവുകയാണ്. അതാണ് വ്യാസൻ, കൃഷ്ണദേവായന വ്യാസൻ. അങ്ങനെ ഞാൻ സ്വന്തം മകനെ പറ്റി പറയും. അങ്ങനെയാണെങ്കിൽ ഭീഷ്മർ പറയും അത് നല്ലൊരു ചിന്തയാണ്. കാരണം പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നതിനേക്കാളും ഇത്രയും യോഗ്യനായിട്ടുള്ള സ്വന്തം സത്യവതി പുത്രനായിട്ടും പരാശര പുത്രനായിട്ടുള്ള ഒരു വ്യക്തി വരാണ് നല്ലതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ സത്യവതി മാതാവ് വിളിച്ചു വരുത്തുകയാണ്. സ്വന്തം പുത്രനെ വിളിച്ചു വരുത്തുന്നു. നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. 4 മിനിറ്റ് ഉണ്ട്, അടുത്ത ക്ലാസ്സിന് സമയം ആയല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയുകയോ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ദിവസം നോക്കാം. പരാശര പുത്രനായിട്ടുള്ള വേദവ്യാസൻ വരുന്നു, എന്ത് സംഭവിക്കുന്നു നമുക്ക് ചൊവ്വാഴ്ച നോക്കാം.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈ 5 കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒന്ന് അശ്വമേധം എന്ന് മാത്രമേ എഴുതിയുള്ളൂ. രണ്ടാമത്തെ മുന്നിൽ ബാക്കി 4 കൂടെ ഒന്ന് പറഞ്ഞു തരുമോ പ്രഭു? അശ്വമേധം, ഗവാലംബം. ഗവാലംബം എന്ന് പറഞ്ഞാൽ അശ്വമേധം പോലെ തന്നെ. അശ്വമേധം, ഗവാലംബം എന്ന് പറഞ്ഞാല് പശുവിനെ വെച്ചുള്ള അശ്വമേധം പോലെ തന്നെ പശു, ഗവാലംബം, ഗോമേധം. അശ്വമേധം പോലെ തന്നെ ഗവാലംബം, പശുവിനെ വെച്ചുള്ള യാഗം. ഗവാലംബം. സന്യാസം മൂന്നാമത്തത്. അടുത്തത് പല പൈതൃകം. പലം എന്ന് പറഞ്ഞാൽ മാംസം, പൈതൃകം എന്ന് വെച്ചാൽ പിതൃക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു ചടങ്ങ് ആണ് ഉദ്ദേശിക്കുന്നത് അവിടെ. പല പൈതൃകം, പിതൃക്കൾക്ക് മാംസം സമർപ്പിക്കുന്നത് ബലിതർപ്പണ സമയത്ത്. എഴുതിയ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ദേവേര സുതോൽപത്തി. എന്തോ? ദേവരേന സുതോൽപത്തിം. ദേവരേന, ദേവര എന്ന് പറഞ്ഞാൽ സഹോദര പത്നി എന്നാണ്. സഹോദര പത്നിയിൽ പുത്രോൽപത്തി. സ്വന്തം സഹോദരന്റെ പത്നിയിൽ പുത്രന്മാരെ ജന്മം കൊടുക്കുക, പുത്രന്മാരെ ജനിപ്പിക്കുക. ഹലോ പഞ്ചവർജയത്. ഇത് ബ്രഹ്മവൈവർത്ത പുരാണത്തില്. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഹരേ കൃഷ്ണ. എഴുതി കഴിഞ്ഞ മാതാജി ഇത്രയാണ്. ഹലോ പഞ്ചവർ. ഇത് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ റെഫറൻസ് ഉണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണത്തില് 185 അധ്യായത്തിൽ 180 ശ്ലോകമാണ്. ഹരേ കൃഷ്ണ പ്രഭു, 5ാമത്തെ ഒന്നുകൂടെ പറയോ? ഹരേ കൃഷ്ണ. എന്താ മാതാജി? 5ാമത്തെ ഒന്നുകൂടെ പറയോ? ഹരേ കൃഷ്ണ. 5ാമത്താണ് ദേവരേന സുതോൽപത്തി. ദേവരേന സുതോൽപത്തി. ദേവര എന്ന് പറഞ്ഞ ദേവര എന്ന് പറഞ്ഞാല് എന്താ പറയാ, സഹോദര പത്നി, സഹോദരന്റെ ഭാര്യ. ഹലോ പഞ്ചവർജയത്. ഇത് ബ്രഹ്മവൈവർത്ത പുരാണം 185 180 ചൈതന്യ ചരിതാമൃതത്തില് ഇത് ആദിലീല 17ാമത്തെ ചാപ്റ്റർ 164 ശ്ലോകമായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മെസ്സേജ് ഉണ്ടല്ലോ. ഹരേ കൃഷ്ണ. ചോദിക്കാനുണ്ടോ? അതിൽ പറയാനുണ്ടോ? ടൈം കഴിയാറായി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ സന്തോഷം. വളരെ നന്ദി പ്രഭു. വളരെ വളരെ നന്ദി പ്രഭുജി. നല്ല നല്ല കഥകളാണ് പ്രഭു പറയുന്നത്. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. വ്യാസവ്യാസം പറഞ്ഞ കഥകളാണ്. ഒരു ഭംഗി ഉണ്ടാവുമല്ലോ അതിന്. എനിക്ക് അത്രയൊന്നും വലിപ്പിക്കാൻ പറ്റുന്നില്ല, എങ്കിലും ശ്രമിക്കുന്നു. ഈ ഉദ്യമം ചെറിയ ഉദ്യമം അല്ല പ്രഭു. മലയാളത്തില് മഹാഭാരത കഥ ഇസ്കോൺ സ്റ്റൈലില് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ആരും അത് ചെയ്തിട്ടില്ല. അതിന്റെ സൗഭാഗ്യം പ്രഭുവിനാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. നമുക്ക് അത് കേൾക്കണം. കഥാമത പ്രഭുവാണ് ഇതിന്റെ പിന്നിലുള്ള ഫോഴ്സ്. നിമിത്തം മാത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിനി ചൊവ്വാഴ്ച കാണാം. നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സിനെയോ ബന്ധുക്കളെയൊക്കെ കൂട്ടി വന്നാൽ നമുക്ക് കൂടുതൽ ഇത് നമുക്ക് വ്യാപിപ്പിക്കാം കേരളം മൊത്തം. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.